ഏത് രാജകൊട്ടാരത്തിൽ, ഏത് രാജഭരണ കാലഘട്ടമാണെങ്കിലും, ഏത് അധികാര കാലഘട്ടമാണെങ്കിലും അവിടെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ, മറ്റ് രാജ്യങ്ങൾ യുദ്ധത്തിന് വരുന്നുണ്ടോ, ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്ന് രഹസ്യങ്ങൾ മനസ്സിലാക്കുന്ന രഹസ്യ അന്വേഷണ വിഭാഗമുണ്ട്, അല്ലേ? രഹസ്യ അന്വേഷണ വിഭാഗമുണ്ട്, ഇന്റലിജൻസ് ബ്യൂറോ ഉണ്ട്. ഇന്നാണെങ്കിൽ ഭയങ്കരമാണ്, അതിൻ്റെ സാധ്യതകൾ വലിയതാണ്. ചെറിയ നീക്കങ്ങൾ പോലും മനസ്സിലാക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. സ്തോത്രം. അതിലുള്ള സംവിധാനങ്ങൾ, ടെക്നോളജികൾ ഒക്കെ വളർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരാമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുക, അവൻ രാജകൊട്ടാരത്തിലെ ദാവീദ് എന്ന ആ രാജാവ് അറിഞ്ഞില്ല, അവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗം അറിഞ്ഞില്ല, അവിടുത്തെ ഇന്റലിജൻസ് ബ്യൂറോ അറിഞ്ഞില്ല. ഇങ്ങനെ അദോനിയാവെന്ന് പറയുന്നവൻ ഈ കൊട്ടാരത്തിലെ രാജഭരണം ഏറ്റെടുക്കാൻ അണിയറയിൽ ഗൂഢാലോചനകൾ നടത്തുന്നെന്ന് കൊട്ടാരത്തിൽ ആരും അറിഞ്ഞില്ല. അറിഞ്ഞതാരാണെന്നറിയാമോ? മുഴങ്കാലുമടക്കി പ്രാർത്ഥിക്കുന്ന പ്രവാചകനെയാണ് എൻ്റെ ദൈവം അത് വെളിപ്പെടുത്താനിടയായത്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, പലർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്ന നിനക്ക് ദൈവം മനസ്സിലാക്കി തരും, ഉപവസിക്കുന്ന നിനക്ക് ദൈവം മനസ്സിലാക്കി തരും, കരയുന്ന അവൻ നിനക്കവൻ മനസ്സിലാക്കി തരും. അവൻ ഗൂഢാലോചനകൾ നിന്റെ മുമ്പിൽ ഉണ്ടായാലും, കുരുക്കുകൾ നിന്റെ മേൽ ഉണ്ടായാലും അതിനകത്ത് വീഴാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ ദിവസങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണത്, ഞാൻ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഏത് കാര്യത്തിൽ ഇടപെട്ടാലും സ്തോത്രം, നീ അതിനകത്ത് ചെന്നു വീണ് അവസാനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ആ കുരുക്കുകളെ 1, 2, 3 എന്ന ക്രമത്തിൽ നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഞാൻ ചില കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണത്. ഹല്ലേലൂയ. ആർക്കും മനസ്സിലാക്കാതെ കിടക്കുന്ന കുരുക്കുകളെ നിനക്ക് മുമ്പിൽ ദൈവം ഓരോന്നും തുറന്നു കാണിച്ച് നീ തകർന്നു പോകാതിരിക്കാൻ ദൈവം നിനക്ക് വേണ്ടി ഇടപെടുന്ന വ്യക്തമായ മേഖലകള് ഇന്ന് മുതൽ തിരിച്ചറിയാൻ ദൈവാത്മാവ് ആലോചന പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. നാഥാൻ പ്രവാചകൻ ചെന്ന് ചോദിക്കുക, നമ്മുടെ യജമാനൻ പോലും എന്ത് ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല. യജമാനൻ പോലും അറിഞ്ഞിട്ടില്ല. ഞാനൊരു കാര്യം, ഒരു ദൂത് കയറ്റി പറയാം. യഥാർത്ഥത്തിൽ ദാവീദിനോട് തമ്പുരാൻ ദൂത് പറഞ്ഞിട്ടുണ്ട്, ദാവീദിന് ആലോചന കൊടുത്തിട്ടുണ്ട്. നിനക്ക് ശേഷം ആരായിരിക്കും രാജഭരണത്തിലേക്ക് വരണ്ടേ? ദാവീദിന് ശേഷം രാജഭരണത്തിലേക്ക് വരേണ്ടത് ആരാ? ശലോമോനാണ്. ഇത് ദാവീദിനോട് ദൈവം ആലോചനയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. നിനക്ക് പകരം നിന്റെ സന്തതി ഞാൻ രാജാവാക്കും, അവന്റെ രാജത്വത്തെ ഞാൻ ഉറപ്പിക്കും എന്ന് ദാവീദിനോട് പല പ്രാവശ്യങ്ങളായി ദൈവാത്മാവ് ഇടപെട്ടിട്ടുണ്ട്. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് രാജാവ് അറിഞ്ഞാൽ ഈ അദോനിയാവിന്റെ കാര്യങ്ങൾ നടക്കുവോ? നടക്കത്തില്ല. അതുകൊണ്ട് രാജാവ് അറിയാതെയാണ് ഇവൻ എന്തോ നടക്കുന്നത്, അണിയറയിൽ നീക്കങ്ങൾ നടത്തുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് നാഥാൻ പ്രവാചകൻ ഇവിടെ കടന്നു വന്നിട്ട് ആരോട് പറയുന്നു? ബേത്ശബയോട്, ശലോമോന്റെ അമ്മയായ ബേത്ശബയോട് പറയുകയാണ്. എന്താ പറഞ്ഞത്? ഇങ്ങനെയുള്ള ചില അണിയറ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അദോനിയാവിന് അറിയാം, ദൈവഹിതമനുസരിച്ച് അപ്പന് കൊടുത്ത ദൂതനുസരിച്ച് ആരാ രാജാവാകാൻ പോന്നേ? ശലോമോനാണ് രാജാവാകാൻ പോന്നേ. കൂടെ വരുന്നുണ്ടോ നിങ്ങൾ? ശലോമോനാണ് രാജാവാകാൻ പോകുന്നത് എന്ന് ആർക്കറിയാം? അദോനിയാവിനറിയാം. ഇവിടെ കളിക്കുന്ന അദോനിയാവിന് അറിയാമത്. അതുകൊണ്ട് ഉറപ്പാണ് ശലോമോനെ അവൻ തട്ടും, ശലോമോനെ അവൻ കൊന്നിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ശലോമോനെ അവൻ കൊന്നിരിക്കും. എങ്കിൽ മാത്രമേ ഇവന് സുഗമമായി രാജഭരണം നടത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവൻ രാജാവാകുക എന്ന ഒറ്റ വാക്കിൽ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. രാജാവാകുമെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ചില കുലപാതകങ്ങൾ പോലും നടക്കും.
മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ നടന്നാലേ രാജാവാകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒറ്റ വാക്കിൽ രാജാവാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും മനസ്സിലാകത്തില്ല. ഇതിന് പിമ്പിൽ ചിലരെയൊക്കെ കൊന്നാലേ, ചിലരെ ഇല്ലാതാക്കിയാലേ, ചിലരെ നശിപ്പിച്ചാലേ ആമേൻ അദോനിയാവിന് ചിലയിടത്ത് എത്താനായിട്ട് പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, നീ ആയുസ്സോട് ഇരിക്കുന്നിടത്തോളം കാലം പലർക്കും പലയിടത്തും എത്താൻ പറ്റത്തില്ലെന്ന് ശത്രുവിന് അറിയാം. ദൂത മനസ്സിലാക്കിക്കോണം, നീ ആരോഗ്യത്തോട് ഇരിക്കുന്നിടത്തോളം കാലം, നീ അഭിഷേകത്തോട് ഇരിക്കുന്നിടത്തോളം കാലം പലർക്കും പലയിടത്തും എത്താൻ പറ്റത്തില്ലെന്ന് പിശാചന് അറിയാം. അതുകൊണ്ട് നിന്നെ ഏത് വിധത്തിലെങ്കിലും തകർക്കാൻ, നിന്നെ ഏത് വിധത്തിലെങ്കിലും ഉടയ്ക്കാൻ എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? വസന്ത സിസ്റ്റർ ദൂതേറ്റെടുത്ത് ദൈവത്തെ ആരാധിച്ചോണം. ജയപ്രഭ ടീച്ചറെ ദൂതെടുത്ത് ദൈവത്തെ ആരാധിച്ചോണം. നീ ആരോഗ്യത്തോടെയും ആയുസ്സോടെ ഇരുന്നാൽ പലതും നടക്കത്തില്ലെന്ന് ശത്രുവിന് അറിയാം. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നീ പോലും അറിയാതെ നിന്നെ നശിപ്പിച്ചു കളയാ, നിന്നെ കുഴിക്കകത്താക്കാൻ നിന്റെ മേൽ മരണക്കെട്ടിട്ടിരിക്കുന്ന ചില അന്യായ കെട്ടുകളാണ് ഇന്നത്തെ ആരാധനയിൽ ദൈവം തകർത്തുകൊണ്ടിരിക്കുന്നത്. നിന്നെ രോഗിയാക്കി മാറ്റി, നിന്നെ കിടപ്പിലാക്കിക്കൊണ്ട്, നിന്നെ നശിപ്പിച്ചുകൊണ്ട് ചില അവകാശങ്ങളെ കൈവശമാക്കുവാൻ അന്തർഭാഗങ്ങളിൽ ചലിക്കുന്ന ചില വാദഗതികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ആത്മാവ് പൊട്ടിച്ചുകൊണ്ടിരിക്കുക. ഈ ദൂത് ഞാൻ പറയുമ്പോൾ തന്നെ ഒരു ഭയങ്കര സ്ഫോടനാത്മകമായ ഒരു ദൈവിക വിടുതലിന്റെ കരം അമച്ചിന് ഇടങ്ങളിൽ വ്യാപരിക്കുന്നത് എനിക്ക് ആത്മാവിൽ കാണാൻ കഴിയുന്നു. ഷാജി ബ്രദറെ, ഇത് പകൽ ആത്മാവിൽ ഞാൻ ദൂത് പറയാം, ശ്രദ്ധിച്ചു വെച്ചോ. ഹല്ലേലൂയ. ആയുസ്സോടെയും ആരോഗ്യത്തോടെ ഇരുന്ന് പലതിന്റെ കളികൾ നടക്കത്തില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അണിയറയിൽ നടക്കുന്ന തന്ത്രപരമായ പദ്ധതികളെ ഇന്നത്തെ ദിവസത്തെ ആരാധനയിൽ അതിനെ ഉന്മൂലനം ചെയ്യാൻ, അതിനെ തകർത്തുവാരാൻ ദൈവം തന്റെ അഭിഷക്തന്മാരെ എഴുന്നേൽപ്പിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്.